ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് എന്ന മൊഡ്യൂളിൽ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കാൻ പോവുകയാണ്. സോ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേര് ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ ഓർ ആക്സിഡൻ്റ് ആണ്. സോ ബുക്കിലോട്ട് എഴുതിക്കോ, ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ ഓർ ആക്സിഡൻറ്റ്. ഓക്കെ, സോ ഇതിൻ്റെ മീനിങ് നമ്മുടെ ബിസിനസ്സിനകത്തിരിക്കുന്ന ഗുഡ്സ് തീപിടുത്തം മൂലമോ ആക്സിഡൻറ്റ് മൂലമോ നഷ്ടപ്പെടുന്നു. അതായത് ലോസ് ഓഫ് ഗുഡ്സ് എന്തുകൊണ്ട്? ബൈ ഫയർ ഓർ ആക്സിഡൻറ്റ്. ഇപ്പോൾ ബിസിനസ്സിൽ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഗുഡ്സ് തീപിടുത്തം മൂലമോ മറ്റെന്തെങ്കിലും ആക്സിഡൻറ്റ് കൊണ്ടോ നമുക്ക് നഷ്ടപ്പെടുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ തീപിടുത്തം മൂലമോ ആക്സിഡൻറ്റ് മൂലമോ നമ്മുടെ ബിസിനസ്സിൽ വാങ്ങി വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടാൽ എന്താണ് അക്കൗണ്ടിങ്ങിൽ ചെയ്യേണ്ടത്? നമ്മുടെ ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മളിത് എന്ത് ചെയ്യണം അതാണ് പറയാൻ വരുന്നത്. ഓക്കെ, ഇത് പറയുന്നത് ശ്രദ്ധിച്ചിരുന്നോണേ. നമ്മൾ ഈ വാങ്ങി വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കുമല്ലോ തീപിടുത്തം മൂലം നശിക്കുന്നത് അല്ലേ? സോ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങി എന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വന്നു കഴിയും. ഇതിപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ പർച്ചേസ് അല്ലേ? അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് പർച്ചേസ് എന്നും പറഞ്ഞ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ കാണിക്കും. ഈ പർച്ചേസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഓപ്പണിംഗ് സ്റ്റോക്ക് കാണത്തില്ലേ അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് കാണുമല്ലോ. അപ്പോൾ തീപിടുത്തം ഉണ്ടാവുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിലുമാകാം, നമ്മൾ അതിന് ശേഷം വാങ്ങിയ പർച്ചേസിനകത്തുമാകാം. ഞാൻ മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോൾ ഈ വർഷം, അതായത് 2020 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 2020 തീപിടുത്തം നടന്ന് സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മേ ബി അത് 2019 ഇരുന്ന പ്രോഡക്റ്റും തീ പിടിച്ച് നശിക്കാം. അല്ലാതെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് മാത്രമൊന്നും അല്ലല്ലോ പിടിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ബിസിനസ്സിനകത്തിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്കിനകത്തും തീപിടുത്തം വരാം, പർച്ചേസ് ചെയ്തതിനകത്തും തീപിടുത്തം വരാം. ഇൻ എഫക്റ്റ് ഈ ഓപ്പണിംഗ് സ്റ്റോക്കിലോ പർച്ചേസിലോ ഏത് രീതിയിലായാലും നമുക്ക് തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ടിരിക്കുന്ന പ്രോഡക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തത് ഈ വർഷം മേടിച്ചത് നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് തീപിടുത്തം നടന്നില്ല എങ്കിൽ തൽക്കാലം ഒന്നും അസ്യൂം ചെയ്യണം. ഇവിടെ തീപിടുത്തം നടക്കുന്നില്ല. ബിസിനസ്സിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട്, ഈ വർഷവും കുറേ പർച്ചേസ് ചെയ്തു. അത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ബിസിനസ്സിനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ടും പ്രോഡക്റ്റ് ഇരിപ്പുണ്ട്. നമ്മൾ ഈ വർഷവും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. തീപിടുത്തമൊന്നും വേണ്ട തൽക്കാലം. തീപിടുത്തം ഇല്ലെങ്കിൽ ഈ പറയുന്ന ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും നമ്മൾ കുറേ അങ്ങ് വിൽക്കും, സെയിൽ കുറേ അങ്ങ് പോകും അല്ലേ? കുറേ പ്രോഡക്റ്റ് നമ്മൾ വിൽക്കും, ബാക്കി ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് കാണിക്കും. ഇതല്ലേ ഇത്രയും നാളും എല്ലാ അക്കൗണ്ടിലും ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത എല്ലാ ട്രേഡിംഗ് അക്കൗണ്ടിനകത്തും ഇതല്ലേ ചെയ്തത്? നമ്മുടെ കയ്യിൽ കുറേ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, അതുകൂടാതെ ഈ വർഷം പർച്ചേസ് ചെയ്തു. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? സെയിൽ വഴി കുറേ പുറത്തേക്ക് പോകും, വിൽക്കും, കുറേ അങ്ങ് വിൽക്കും. വിൽക്കാത്തതിനെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കും. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഇത് രണ്ടും കൂടെ നമുക്ക് ബിസിനസ്സിന് പുറത്തേക്ക് പോകുന്നത് സെയിലായിട്ടും അങ്ങനെ പോകാതിരിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്കും. ഇപ്പോൾ ഓൾവേസ് ഇതിങ്ങനെ മാച്ചാവും. ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും കൂടെ എപ്പോഴും സെയിൽ എത്ര വിറ്റു. ഒരു എക്സാമ്പിൾ തന്നെ കാണിച്ചു തരാം. ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് 2000 സോപ്പ് ഇരിപ്പുണ്ടായിരുന്നു. സോപ്പ് കച്ചവടക്കാരനാണ് ഞാൻ. 2000 സോപ്പ് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് ഇരിപ്പുണ്ട്. പർച്ചേസ് ഞാൻ പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു 5000 സോപ്പും കൂടെ വാങ്ങിച്ചു. 5000 സോപ്പ് വാങ്ങി. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് ഓൾറെഡി 2000 സോപ്പ് ഇരിപ്പുണ്ട്. ഞാൻ ഈ വർഷം അഡീഷണലായിട്ട് 5000 സോപ്പും കൂടെ വാങ്ങി. ഓക്കെ, അങ്ങനെ മൊത്തം ഇപ്പോൾ എത്ര സോപ്പുണ്ട്? 7000 സോപ്പ് ബിസിനസ്സിനകത്തുണ്ട്. ഓക്കെ, ഞാൻ അതിനകത്തൊരു 6000 സോപ്പ് വിറ്റു. സെയില് ഞാനൊരു 6000 സോപ്പ് വിറ്റു. ഇനി എത്ര സോപ്പുണ്ട്? 1000. സോ ഞാൻ പറയുന്നത് സെയിലും ക്ലോസിംഗ് സ്റ്റോക്കും എപ്പോഴും ഓപ്പണിംഗ് സ്റ്റോക്കിനും പർച്ചേസിനും മാച്ചായി പോകണ്ടേ? നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ഓപ്പോസിറ്റ് സൈഡിൽ സെയിലായിട്ടും ക്ലോസിംഗ് സ്റ്റോക്കായിട്ടും ഇരിക്കുന്നത് ആണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തീപിടുത്തം വരുന്നത്. നോക്കൂ, 2000 സോപ്പ് ഓപ്പണിംഗ് സ്റ്റോക്കിലും 5000 സോപ്പ് പിന്നെ വാങ്ങുകയും ചെയ്തു. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ സോപ്പ് വെച്ചിരിക്കുന്ന അലമാരിക്കകത്ത് തീ പിടിക്കുന്നത്. ഒരു 500 സോപ്പ് തീ പിടിച്ച് നശിച്ചു. ഒരു 500 സോപ്പ് തീപിടുത്തം മൂലം നശിച്ചു. ഓക്കെയാണേ, സെയിൽ 6000 തന്നെ. 6000 സോപ്പ് വിറ്റു. ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും കൂടെ 7000 സോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ 6000 സോപ്പ് വിറ്റു. 500 സോപ്പ് തീ പിടിച്ച് നശിച്ചു. അപ്പോഴും ബാക്കി എത്ര ഉണ്ട്? അപ്പോഴും ബാക്കി 500 ഉണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ആണല്ലോ. പക്ഷേ ഇവിടെ മാച്ച് ആകണമെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും കൂടെ ഇവിടെ മാച്ച് ആവാൻ സെയിൽ 6000ഉം ക്ലോസിംഗ് സ്റ്റോക്ക് 500 അല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് മാച്ച് ആയിട്ടില്ല. അപ്പോൾ 500 സോപ്പ് എന്ത് ചെയ്യുന്നൊരു ചോദ്യം ഇവിടെ തന്നെ വരും. ഓപ്പണിങ്ങിൽ 2000 ഉണ്ടായിരുന്നു, നമ്മൾ 5000 പർച്ചേസ് ചെയ്തു. നോക്കുമ്പോൾ 7000 സോപ്പ്. ക്രെഡിറ്റ് നോക്കിയേ, 6000 സോപ്പ് വിറ്റു, 500 എണ്ണം ക്ലോസിങ്ങിലുണ്ട്. ചേടാ, 500 സോപ്പ് എവിടെ പോയി? അപ്പോൾ തീപിടുത്തം മൂലം നമുക്ക് 500 സോപ്പ് നഷ്ടപ്പെട്ടു എന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ തന്നെ കാണിക്കണം. എങ്കിലേ റൂള് കറക്റ്റ് ആവും, അല്ലെങ്കിൽ ഇത് മാച്ച് ആവത്തില്ല.
മനസ്സിലാവുന്നുണ്ടോ? തീപിടുത്തം മൂലം നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ കാണിക്കണം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ കാണിക്കണം. ഒബ്വിയസ്ലി നിങ്ങൾക്കൊരു സംശയം വരും, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ തീപിടിച്ച് നശിച്ചത് കാണിച്ചാൽ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കൂടെയല്ലേ ചെയ്യുന്നത്? ഈ 500 സോപ്പിൻ്റെ വില ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ കാണിച്ചാൽ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കൂടത്തില്ലേ? കൂടും, തീർച്ചയായിട്ടും കൂടും. വേറെ ഒന്നും ചെയ്യാനില്ല, കൂടും, ഉറപ്പായിട്ടും കൂടും. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ തീപിടുത്തം നമ്മൾ കണക്കാക്കണ്ട. ആ പ്രോഡക്റ്റ് ബിസിനസ്സിനകത്തുണ്ടെന്ന രീതിയിൽ ക്ലോസിംഗ് സ്റ്റോക്ക് പോലെ ഈ തീ പിടിച്ച് നശിച്ചതും ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതാണ് ഒരു ട്രീറ്റ്മെൻറ്റ്. അതാണ് തീപിടുത്തം വന്ന് പ്രോഡക്റ്റ് നശിച്ചു എന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാതിരുന്നാൽ, നോക്കൂ, ഇത് മാച്ച് ആവത്തില്ല. 7000 സോപ്പിൽ ഇവിടെ കണക്കിൽ 6500 കാണുന്നുള്ളൂ. 500 എങ്ങോട്ട് പോയി? 500 തീ പിടിച്ചു പോയി എന്ന് കാണിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ്. എത്ര രൂപയുടെ സ്റ്റോക്കാണോ നഷ്ടപ്പെട്ടത് അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി അത് ഗ്രോസ് പ്രോഫിറ്റിനെ ചുമ്മാതെ കൂട്ടും. നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കൂടും. ആ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാൻ എത്രയാണോ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തത്, ഫയർ തീപിടുത്തം മൂലം എത്രയാണോ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്, എത്ര രൂപയാണോ, 500 സോപ്പെന്നല്ല, അതിൻ്റെ വിലയാണ് കാണിക്കേണ്ടത്. ആ എമൗണ്ട് അതുപോലെ P&L ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് നഷ്ടമായിക്കോളും. ഈ പറയുന്ന ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന അതേ എമൗണ്ട് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് നഷ്ടമായിട്ട് കാണിക്കണം. ഇപ്പോൾ മാച്ച് ആയിട്ടുണ്ട്. ആ കൂടിയ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ കുറച്ചിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് കൂടി നിൽക്കുമെങ്കിലും നെറ്റ് പ്രോഫിറ്റിനാണ് പ്രാധാന്യം. നോക്കുക, നെറ്റ് പ്രോഫിറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് മനസ്സിലായോ? സാധനങ്ങൾ തീപിടിച്ച് നശിച്ചാൽ പറ, ആ എമൗണ്ട് എത്ര രൂപയുടെ നഷ്ടമാണോ ഉണ്ടായത് അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക, എന്നിട്ട് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ്, P&L അക്കൗണ്ടിൽ ഡെബിറ്റ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഫയർ, അതായത് തീപിടുത്തം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് കമ്പനി പൈസ തരത്തില്ലേ? തരും. തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നമുക്ക് ഇതിൻ്റെ പൈസ തരും. അങ്ങനെ പൈസ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 5000 രൂപയുടെ സോപ്പാണ് നഷ്ടപ്പെട്ടത്. എത്രയാണോ നഷ്ടപ്പെട്ടത് അത് അതുപോലെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതിലൊരു മാറ്റവും. എത്ര രൂപയുടെ സോപ്പാണോ നഷ്ടപ്പെട്ടത് അത് അതുപോലെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. നോ ചേഞ്ച്. പക്ഷേ ഇതിനകത്തൊരു 3000 രൂപ ഇൻഷുറൻസ് കമ്പനി തന്നു. ഇതിനകത്ത് ഒരു 3000 രൂപ ഇൻഷുറൻസ് കമ്പനി തന്നെങ്കിൽ ശരിക്കും നമ്മുടെ നഷ്ടം എത്ര മാത്രമാണ്? ആലോചിച്ച് നോക്കിയേ. 5000 രൂപയുടെ സോപ്പ് തീ പിടിച്ച് നശിച്ചു. 3000 രൂപ ഇൻഷുറൻസ് കമ്പനി തന്നു. ശരിക്കും നഷ്ടം എത്രയേ ഉള്ളൂ? അപ്പോൾ എത്രയാണോ ഇൻഷുറൻസ് കമ്പനി തരാത്തത് അത് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇൻഷുറൻസ് കമ്പനി തരാത്ത എമൗണ്ട് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ഈ തന്ന എമൗണ്ട് ബാലൻസ് ഷീറ്റ് അസറ്റായിട്ട് കാണിക്കണം. ഇങ്ങനെ കൂടെ പഠിച്ചേക്കണം. പറയുന്ന മനസ്സിലാവുന്നുണ്ടേ? തീ പിടിച്ചു, 5000 രൂപയുടെ സോപ്പ് നഷ്ടപ്പെട്ടു, ഇൻഷുറൻസ് കമ്പനി ഒന്നും തന്നില്ലെങ്കിൽ 5000 രൂപയും P&L ഡെബിറ്റ് ചെയ്യുക. അടുത്തത്, തീപിടുത്തമുണ്ടായി, 5000 രൂപയുടെ സോപ്പ് നഷ്ടപ്പെട്ടു, 5000 രൂപ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. 5000 രൂപയും ഇൻഷുറൻസ് കമ്പനി തന്നെങ്കിലോ, 5000 രൂപയും ഇൻഷുറൻസ് കമ്പനി തന്നെങ്കിലോ P&L ഒന്നും ഡെബിറ്റ് ചെയ്യാനില്ല. മുഴുവൻ എമൗണ്ടും ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് കാണിക്കുക. ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ 3000 രൂപയാണ് ഇൻഷുറൻസ് കമ്പനി തന്നതെങ്കിലോ, എത്രയാണോ തരാത്തത് അത് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. തന്നത് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ, ഈ പ്രോബ്ലം നോക്കിയേ. എ ഫയർ occurred in the premise of Jamshedji on 25th March 2008 and goods of the cost of rupees 30 lakh അല്ലേ, 3 lakh were lost for which insurance company admitted a claim of. Okay, so 3 ലക്ഷം രൂപയുടെ സാധനങ്ങൾ തീപിടിച്ച് നശിക്കുന്നു, 2,20,000 രൂപ ഇൻഷുറൻസ് കമ്പനി തരുന്നു. ഇതെന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. 3 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് തീപിടിച്ച് നശിച്ചു, 2,20,000 രൂപ ഇൻഷുറൻസ് കമ്പനി തന്നു, 3 ലക്ഷം രൂപ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതിനകത്തൊരു മാറ്റമില്ല. 3 ലക്ഷം രൂപ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇൻഷുറൻസ് കമ്പനി എത്ര രൂപ തന്നില്ല? 80,000 തന്നില്ല. അത് P&L ഡെബിറ്റ് ചെയ്യുക. തരാത്ത പോർഷൻ P&L ഡെബിറ്റ് ചെയ്യുക. എത്ര തന്നു? 220. അത് ബാലൻസ് ഷീറ്റ് അസറ്റായിട്ട് കാണിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? എത്ര രൂപയുടെ സ്റ്റോക്കാണോ തീപിടിച്ച് നശിക്കുന്നത് അത് ഇൻഷുറൻസ് കമ്പനി തന്നോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ്, ഫുൾ എമൗണ്ട്. ഇനി ഇൻഷുറൻസ് കമ്പനി എത്ര തന്നു എന്ന് നോക്കുക. 2,20,000. അപ്പോൾ എത്ര തന്നില്ല? 80,000 തന്നില്ല. എത്ര രൂപയാണോ ഇൻഷുറൻസ് കമ്പനി തരാത്തത് അതാണ് നഷ്ടം. P&L ഡെബിറ്റ് ചെയ്യുക. 80,000 ഡെബിറ്റ് ചെയ്യുക.
എന്നിട്ട് 2,20,000 തന്നു എന്നല്ലേ പറയുന്നത്, അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക. ഇതാണ് ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ ഓർ ആക്സിഡൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പരീക്ഷയ്ക്ക് ഈ ടൈപ്പ് ചൂസ് ഇങ്ങനെ 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്, ഇത് മാത്രം എടുത്ത്. ഓക്കെ, അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, നമുക്ക് അടുത്തതിലേക്ക് ഇങ്ങ് പോവാം. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ബുക്കിലോട്ടൊന്ന് എഴുതി വെച്ചോ. ഗുഡ്സ് വിഡ്രോ ഫോർ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ യൂസ്. എഴുതിക്കോ, ഗുഡ്സ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് ആൻഡ് ഒഫീഷ്യൽ യൂസ്. എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. ഗുഡ്സ് ആണേ, ഗുഡ്സ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് ആൻഡ് ഒഫീഷ്യൽ യൂസ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു സ്റ്റേഷനറി കട നടത്തുന്ന ആളാണ്. ഓക്കെ, സ്റ്റേഷനറി കട നടത്തുന്ന ആളാണ്. ഞാനപ്പോൾ അവിടെ വിൽക്കാനായിട്ട് 100 പേന വാങ്ങി. സ്റ്റേഷനറി കടയിൽ വിൽക്കുന്നതിന് വേണ്ടി എന്ത് വാങ്ങി? 100 പെൻ വാങ്ങിച്ചു. 100 പേന വാങ്ങി അലമാരിയിൽ നിരത്തി വെച്ചു. ഞാൻ ഇതിൽ നിന്നൊരു 2 പേന എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയി. ഒരു 2 പേന എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ പേഴ്സണൽ ആവശ്യത്തിന് എടുക്കുന്നതിനാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ പണ്ടേ പഠിച്ചതാണ്. അങ്ങനെ വീട്ടിലെ ആവശ്യത്തിന് എടുത്താൽ അതിനെ ഡ്രോയിങ്സ് എന്ന് വിളിക്കും. വീട്ടിലെ ആവശ്യത്തിന് 2 പേന എടുത്തു. ഒരു പേന ഞാൻ എൻ്റെ കടയിലെ കണക്കെഴുതാനെടുത്തു. ഞാൻ 100 പേന ബിസിനസ്സിൽ വിൽക്കാൻ വേണ്ടിയാണ് വാങ്ങിയത്. മറന്നു പോകരുത്, 100 പേന ബിസിനസ്സിന് വിൽക്കാൻ. അത് ഞാൻ പേന വിൽക്കുന്ന ഒരാളാണ് കേട്ടോ, ഞാൻ സ്റ്റേഷനറി കട നടത്തുന്ന ആളാണല്ലോ. അപ്പോൾ പേന വിൽക്കാനായിട്ട് വേണ്ടി ഞാൻ വാങ്ങും. അപ്പോൾ 100 പേന വാങ്ങി ഞാൻ അലമാരി നിരത്തി വെച്ചു വിൽക്കാനായിട്ട്. അപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ 2 പേന ഞാൻ എൻ്റെ വീട്ടിലോട്ട് എടുത്തു. 1 പേന എൻ്റെ കടയിൽ കണക്കെഴുതാനും എടുത്തു. ഈ 2 പേന പേഴ്സണൽ ആവശ്യത്തിനാണല്ലോ എടുത്തത്, അതാണ് ഡ്രോയിങ്സ്. പണ്ടേ പഠിച്ചതാണ്. ഈ 1 പേന ഒഫീഷ്യൽ ആവശ്യത്തിന്, എൻ്റെ കടയിലെ ആവശ്യത്തിനാണ് എടുത്തത്. ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിലെ ആവശ്യത്തിനെടുത്താലും കടയിലെ ആവശ്യത്തിനെടുത്താലും പർച്ചേസ് ചെയ്ത പേനയെന്നാണ് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഞാൻ പർച്ചേസ് എന്നും പറഞ്ഞ് 100 പേന എഴുതി കഴിഞ്ഞു. 100 പേന വാങ്ങി എന്നുള്ളത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പർച്ചേസിൽ എഴുതി കഴിഞ്ഞു. ഇനി ഞാൻ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി എടുത്താലും ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടി എടുത്താലും ഞാനത് പർച്ചേസ് ചെയ്യുന്ന കുറയ്ക്കണം. വീട്ടിലെ ആവശ്യത്തിനായാലും ഓഫീസിലെ ആവശ്യത്തിനായാലും ഞാൻ എൻ്റെ ഗുഡ്സ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ പർച്ചേസിൽ നിന്നും കുറയണം. ബുക്കിലോട്ട് എഴുതിക്കോ, ഇഫ് ഗുഡ്സ് വിഡ്രോ ഫോർ പേഴ്സണൽ പർപ്പസ് ഓർ ഫോർ ഒഫീഷ്യൽ പർപ്പസ് ഇറ്റ് മസ്റ്റ് ബി ഡിഡക്റ്റഡ് ഫ്രം പർച്ചേസ്. അതിനകത്ത് ചേഞ്ച് ഇല്ല, അതിനകത്തൊരു മാറ്റമില്ല. പേഴ്സണൽ പർപ്പസിനായാലും ഒഫീഷ്യൽ പർപ്പസിനായാലും സാധനങ്ങൾ കടയിൽ നിന്ന് എടുത്തെങ്കിൽ അത് ആദ്യം പർച്ചേസ് ചെയ്യുന്ന കുറയണം. അതൊരു ട്രീറ്റ്മെൻറ്റ്. ഇനി ഇത് പേഴ്സണൽ ആവശ്യത്തിനാണെങ്കിൽ നേരെ ഡ്രോയിങ്സ് ആയിട്ട് കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ ഡ്രോയിങ്സിലോട്ട് പോകണം. നേരെ അങ്ങ് ഡ്രോയിങ്സിലോട്ട് പോയി ആഡ് ചെയ്യണം. എൻ്റെ ഡ്രോയിങ്സിൻ്റെ കൂടെ ഞാൻ ഈ പറയുന്ന പേനയുടെ വില ആഡ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? പേഴ്സണൽ ആവശ്യത്തിനാണെങ്കിൽ ഫസ്റ്റ് പോസ്റ്റിങ് സെയിം ആണോ, പർച്ചേസ് ചെയ്യുന്ന കുറയ്ക്കണം. പിന്നെന്ത് ചെയ്യണം? ഡ്രോയിങ്സിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഗുഡ്സ് വിഡ്രോ ചെയ്താൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്നാണ് എൻട്രി. ഇതൊക്കെ നല്ല ഹൈലൈറ്റ് എൻട്രികളാണ്. നാളെ കാലത്ത് ഇൻ്റർവ്യൂവിന് വരെ ചോദിക്കാറുണ്ട്. ഗുഡ്സ് വിഡ്രോ ഫോർ പേഴ്സണൽ പർപ്പസ്, എൻട്രി പറ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. എന്താ മീനിങ്? ഡ്രോയിങ്സിൻ്റെ കൂടെ ആഡ് ചെയ്യണം, പർച്ചേസ് ചെയ്യുന്ന കുറയ്ക്കണം. ഇത് പേഴ്സണൽ ആവശ്യത്തിനാണെങ്കിൽ. ഇനി കടയില ഒഫീഷ്യൽ ആവശ്യത്തിനാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പർച്ചേസ് ചെയ്യുന്ന കുറയണം. അതിനകത്തൊരു മാറ്റവും ഇല്ല. പിന്നീട് എൻ്റെ കടയിലെ ആവശ്യം എന്ന് പറയുന്നത് എൻ്റെ ഒഫീഷ്യൽ ആവശ്യമല്ലേ, ഒഫീഷ്യൽ എക്സ്പെൻസ് അല്ലേ. P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചാൽ മതി. ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് പേന വിഡ്രോ ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒഫീഷ്യൽ പർപ്പസിനാണെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന കുറയ്ക്കണം, അതിനകത്ത് മാറ്റമൊന്നുമില്ല. പർച്ചേസ് ചെയ്യുന്ന കുറയ്ക്കണം. എന്നിട്ട് P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഓഫീസ് എക്സ്പെൻസ് എന്നും പറഞ്ഞ് കാണിക്കണം. അപ്പോൾ എൻട്രി എങ്ങനെ വരും? ഓഫീസ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. ഓഫീസ് എക്സ്പെൻസ് കൂടണം, പർച്ചേസ് കുറയണം. ഇതാണ് ഗുഡ്സ് വിഡ്രോ ഫോർ പേഴ്സണൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ പർപ്പസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ബുക്കിലോട്ട് എഴുതി വെച്ച് പഠിച്ചേക്കണേ. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ. കേട്ടുണ്ടാവുമല്ലോ ഫ്രീ സാമ്പിൾ എന്ന്. സാമ്പിൾ കൊടുക്കുന്നു. ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ. നമുക്ക് പൈസയൊന്നും കിട്ടത്തില്ല, കച്ചവടം പിടിക്കാൻ വേണ്ടി നമ്മൾ ഫ്രീ സാമ്പിൾ കൊടുക്കാറുണ്ട്. ഗുഡ്സ്
ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ ആയിരിക്കുമല്ലോ ഫ്രീ സാമ്പിളായിട്ട് കൊടുക്കുന്നത്, അല്ലാതെ എൻ്റെ വേറെ ഏത് പ്രൊഡക്റ്റ് ഫ്രീ സാമ്പിളായിട്ട് കൊടുക്കാനാണെങ്കിലും ഞാൻ സാധനം വാങ്ങി വെക്കണ്ടേ? ഇപ്പോൾ നമ്മൾ ഈ ഓറഞ്ച് കച്ചവടക്കാരോ അല്ലെങ്കിൽ മുന്തിരിങ്ങ അങ്ങനെയൊക്കെയുള്ളവർ വാങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോൾ 1-2 മുന്തിരിങ്ങ എടുത്ത് കൈ തന്നിട്ട് ഇതാ കഴിച്ചു നോക്ക്. അപ്പോൾ അങ്ങനെ തരാൻ വേണ്ടി ആരും അയാളോട് വാങ്ങി വെക്കണ്ടേ? അല്ലാതെ അന്തരീക്ഷത്തിൽ നിന്ന് മാജിക് കാണിച്ചല്ലല്ലോ സാമ്പിൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഫ്രീ സാമ്പിൾ കൊടുക്കുന്നതും ഈ പർച്ചേസ് ചെയ്യുന്നത് തന്നെയാണ് അല്ലേ? നമ്മളിപ്പോൾ ഒരു മുന്തിരിങ്ങ വാങ്ങാൻ ചെല്ലുന്നു, ചേട്ടാ മധുരമുള്ളതാണോ, ഇയാൾ കഴിച്ച് നോക്കിയിട്ട് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് 2 കൈ തരും. ശരിക്കും നമുക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ തന്നെയല്ലേ എടുത്ത് കൈ തരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്രീ സാമ്പിൾ കൊടുക്കുന്നതും പർച്ചേസ് ചെയ്യുന്ന കുറയണം. ഈ വാങ്ങി വെച്ചത് തന്നെ അല്ലേടെ കുറയുന്നത്. മുന്തിരിങ്ങ വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ച്, അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സാമ്പിൾ തരാനായിട്ട് പ്രത്യേകം എടുത്ത് വെച്ചെങ്കിൽ നമുക്ക് സംശയം തോന്നും. നിങ്ങൾ നോക്കിയാൽ മതി, ചേട്ടാ മുന്തിരിങ്ങ മധുരമുള്ളതാണ്, ദാ ഇത് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞ് പ്രത്യേകം കേട്ടോ വേറൊരു സ്ഥലത്തിരിക്കുന്ന മുന്തിരിങ്ങ എടുത്ത് തരുന്നു. അപ്പോൾ ഞങ്ങൾ പറയും, അല്ല അത് വേണ്ട, ഈ മുന്തിരിങ്ങ മധുരമുള്ളതാണെങ്കിൽ തന്നാൽ മതി. സാമ്പിൾ കൊടുക്കുന്നത് എപ്പോഴും നോർമലി നമ്മൾ വിൽക്കാനായി വെച്ചിരിക്കുന്നതിൽ നിന്ന് എടുത്ത് കൊടുക്കാറുള്ളൂ ആണല്ലോ. അപ്പോൾ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറയണം. അപ്പോൾ ഫ്രീ സാമ്പിൾ കൊടുക്കുന്ന എത്ര രൂപയുടെ സാധനമാണോ അത് പർച്ചേസ് ചെയ്യുന്ന കുറയണം. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന കുറയുന്ന ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ. ഗുഡ്സ് വിഡ്രോ, നേരത്തെ പറഞ്ഞ പോലെ ഗുഡ്സ് വിഡ്രോ ഫോർ പേഴ്സണൽ പർപ്പസ് ആയാലും ഒഫീഷ്യൽ പർപ്പസ് ആയാലും പർച്ചേസ് ചെയ്യുന്ന കുറയും. ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ ആണെങ്കിലും പർച്ചേസ് ചെയ്യുന്ന കുറയ്ക്കണം. ഇതാണ് ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റ്. നിങ്ങളിത് പർച്ചേസ് ചെയ്യുന്ന കുറയ്ക്കണം. കുറച്ചല്ലോ. ഇനി തീർന്നിട്ടില്ല. ഈ ഫ്രീ സാമ്പിൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കച്ചവടം പിടിക്കാനല്ലേ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ആൻ അഡ്വർടൈസ്മെൻറ്റ്. മുന്തിരി കച്ചവടക്കാരൻ സാമ്പിൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ മുന്തിരി കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ട് സാധനം കച്ചവടം നടക്കും. ജസ്റ്റ് ലൈക്ക് ആൻ അഡ്വർടൈസ്മെൻറ്റ്. P&L അക്കൗണ്ടിൽ അയാളത് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്ന് കാണിക്കണം. നഷ്ടം തന്നെ അല്ലേടേ നമ്മൾ ഈ കഴിക്കുന്ന മുന്തിരിങ്ങ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ ഇത് എനിക്ക് 1 കിലോ മുന്തിരി വേണം. ഞാൻ ചെന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ചേട്ടാ മധുരമുള്ളയാണോ, ഇയാൾ കഴിക്കടേ എന്ന് പറഞ്ഞൊരു 4 മുന്തിരിങ്ങ എനിക്ക് എടുത്തു തന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ 4 മുന്തിരിങ്ങയുടെ തൂക്കം ഇനി 1 കിലോയിൽ കുറയ്ക്കാറുണ്ടോ? ഇല്ല. ഈ സാമ്പിൾ എന്ന് പറയുന്നത് ബിസിനസ്സുകാരനെ സംബന്ധിച്ച് നഷ്ടം തന്നെയാണ്. ഞാനിപ്പോൾ മുന്തിരിങ്ങ കഴിച്ചു, 4 മുന്തിരി കഴിച്ചു, ഓക്കെ. എന്നിട്ട് ഞാൻ അയാളോട് പറയുവാണ്, ഈ നല്ല മധുരം എനിക്ക് വേണം. അപ്പോൾ അയാൾ പറയുവാണ്, ആ 4 മുന്തിരിയുടെ തൂക്കം ഞാൻ കുറയ്ക്കും. അങ്ങനെ പറയാറില്ല കേട്ടോ. ഫ്രീ സാമ്പിൾ ഫ്രീ തന്നെയാണ്, അത് ബിസിനസ്സിന് നഷ്ടമാണ്. സോ അഡ്വർടൈസ്മെൻ്റ് എന്നും പറഞ്ഞിട്ട് P&L ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്ന് ഒരുമിച്ച് പറഞ്ഞു തരട്ടെ. ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ എന്തൊക്കെ ചെയ്യണം? പർച്ചേസ് ചെയ്യുന്ന കുറയണം. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് P&L അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ എൻട്രി എന്തായിരിക്കും? അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് കൂടണം. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് അക്കൗണ്ട് എറ്റർ ടു പർച്ചേസ്. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് ഈ ക്ലാസ്സിൽ 3 അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചു. ഗുഡ്സ് ലോസ്റ്റ് ബൈ ഫയർ ഓർ ആക്സിഡൻറ്റ് പഠിച്ചു, അറിയാമല്ലോ. എത്ര രൂപയാണോ തീ പിടിച്ച് നശിക്കുന്നത് ആ എമൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇൻഷുറൻസ് കമ്പനി ഒന്നും തന്നില്ലെങ്കിൽ ആ മുഴുവൻ എമൗണ്ടും P&L ഡെബിറ്റ് ചെയ്യുക. ഇനി ഇൻഷുറൻസ് കമ്പനി എല്ലാ എമൗണ്ടും തന്നെങ്കിലോ ആ തന്ന എമൗണ്ട് മുഴുവനും P&L അക്കൗണ്ടിൽ കാണിക്കേണ്ട, ഒന്നും കാണിക്കേണ്ട. P&L അക്കൗണ്ടിൽ ഒന്നും കാണിക്കേണ്ട. മുഴുവൻ എമൗണ്ടും ഇൻഷുറൻസ് കമ്പനി തന്നെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് കാണിക്കുക. ഇനി നഷ്ടപ്പെട്ടതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് ഇൻഷുറൻസ് കമ്പനി തരുന്നതെങ്കിലോ പറ, എത്രയാണോ ഇൻഷുറൻസ് കമ്പനി തരാത്തത് അത് P&L ഡെബിറ്റ് ചെയ്യുക, തന്ന പോർഷൻ അസറ്റായിട്ട് കാണിക്കുക. അടുത്തത് ഗുഡ്സ് വിഡ്രോ ഫോർ ഒഫീഷ്യൽ അല്ലെങ്കിൽ പേഴ്സണൽ യൂസ്. എന്ത് യൂസിനാണെങ്കിലും നമ്മൾ എത്രയാണോ വിഡ്രോ ചെയ്തത് അത് പർച്ചേസ് ചെയ്യുന്ന കുറഞ്ഞിരിക്കണം. ഇനി പേഴ്സണൽ പർപ്പസിനാണെങ്കിൽ അത് നേരെ ഡ്രോയിങ്സിൽ ആഡ് ചെയ്യുക. ഒഫീഷ്യൽ പർപ്പസിലാണെങ്കിൽ അത് ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് P&L ഡെബിറ്റ് ചെയ്യുക. ഇനി ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ പർച്ചേസ് ചെയ്യുന്ന കുറയ്ക്കുക. P&L അക്കൗണ്ടിൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്ന് കാണിക്കുക. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഓക്കെ ആണല്ലോ. ശരി.